സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക. ജനുവരി 15 ഈ ബില്ല് തിരിച്ച് സെലക്ട് കമ്മിറ്റി പാർലമെൻറ്റിലേക്ക് അയക്കട്ടെ. ബജറ്റ് സമ്മേളനത്തിന് ഒരു മാസം മാത്രമേ ഉള്ളൂ. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുപോലും കേൾക്കാതെ തിരക്ക് പിടിച്ച് രാത്രിയിൽ തന്നെ രായ്ക്ക് രാമാനം ഭരണകക്ഷി അംഗങ്ങൾ പോലും ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ എന്തൊക്കെയോ വാരി വലിച്ച് ഒരു പ്രതികരണം നടത്തി മന്ത്രി ഈ ബില്ല് വോട്ടിനിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. 22-ാം തീയതി ഇടതുപക്ഷ കക്ഷികൾ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഡൽഹി പോലീസിന് ഇന്ന് ജന്തർ മന്ദിറിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ കത്ത് കൊടുത്തിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള അക്കാഡമിക് പണ്ഡിതന്മാർ, ഈ ബില്ലിന് പിന്നിൽ പ്രവർത്തിച്ച ജീൻ ഡ്രസ്സെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇവർക്കെല്ലാം ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി പോലീസിനെ സമീപിച്ചത്. പക്ഷേ അവർ അത് തള്ളിയിരിക്കുകയാണ്. 25 കോടിയോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 10 കോടി മേലെ ആൾക്കാരുണ്ട്. ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് UPA 1 ഇടതുപക്ഷത്തിൻ്റെ കൂടി പ്രേരണയോടുകൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അന്ന് 5 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു. 1 തൊഴിലുറപ്പ്, 2 വിവരാവകാശം, 3 ആദിവാസി ഭൂമി അവകാശം, 4 ഭക്ഷ്യസുരക്ഷ, 5 വിദ്യാഭ്യാസം എന്ന അവകാശം. ഈ 5 സുപ്രധാന ഏടുകളും ഒന്നൊന്നായി കടപുഴകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ചുമലിൽ 40% അധിക ഭാരം. അതിനർത്ഥം 50,000 കോടി രൂപയുടെ ഇമ്പാക്റ്റാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. കേരളത്തിന് മാത്രം 2,000 കോടി രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. 5,000 കോടി രൂപ ഒരു വർഷം കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നത് ഇല്ലാതാകുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലിനി പാർലമെന്റിന്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ CPM-ഓ ഇന്ത്യ സഖ്യമോ ആലോചിക്കുന്നുണ്ടോ? ഈ നിയമ നടപടികൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത? നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യം ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ അലയൻസിലെ പാർട്ടികൾ സംയുക്തമായിട്ടും അല്ലാതെയും വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ കക്ഷികൾ 2 ദിവസത്തിനുള്ളിൽ ദേശവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു ബില്ല്, ഈ പ്രധാനപ്പെട്ട ജീറാം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ 2ാമത് വധിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും റാം എന്നുള്ള പേര് വച്ചിട്ട് ഗാന്ധിയുടെ വധം നടപ്പിലാക്കാനേ പാടില്ല. താൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ പോലും ഉച്ചരിച്ച ഒരു പദമാണ് റാം എന്ന് പറയുന്നത്. എത്രത്തോളം ആഭാസകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ ബില്ലിനെതിരെ ശക്തമായിട്ട് പ്രക്ഷോഭമായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ട് പോകും. വരുന്ന ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയം ഈ പറയുന്ന റാം ബില്ലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പാസ്സാക്കിയ നിയമങ്ങളുടെ ഒരു സ്വഭാവം നോക്കാം. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ മൂലധനത്തിന് പ്രവേശനം നൽകുന്ന ബില്ല്. ഒരു വഴിക്ക് പറയും ഈ പറയുന്ന പോലെ ഗുലാബിക മാനസികത എന്ന് പറയും, അതായത് വിദേശ ശക്തികളുടെ മുമ്പിൽ ഒരു അടിമത്തമെന്ന് പറയും. അതേസമയം തന്നെ വിദേശ ശക്തികളുടെ മുമ്പിൽ ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഷുറൻസും ബില്ലുമായി വന്നു. അതുപോലെ തന്നെ ആണവ ബില്ലുമായി വന്നു. ഈ 2 ബില്ലുകളുടെയും സ്വഭാവം എന്തായിരുന്നു? പാശ്ചാത്യ ശക്തികളെ സഹായിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക. നോക്കുക, ഒരു വഴിക്ക് പറയുന്നു ഗുലാബിക മാനസികത, അതായത് പാശ്ചാത്യരോടുള്ള അടിമത്തത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നു.
ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ 2 സുപ്രധാന ബില്ലുകൾ കൊണ്ടുവന്ന് പാശ്ചാത്യ ശക്തികളോടുള്ള അടിമത്തം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രൂപയെ എന്തായാലും ഡോളറിൻ്റെ അടിമയാക്കി മാറ്റിക്കഴിഞ്ഞു. 91 എത്തി. ഇനി റിസർവ് ബാങ്ക് കുറേം കൂടി പണം ഡോളർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ട് അത് 90-ൻ്റെ അപ്പുറത്ത് പോകാതിരിക്കാൻ കടഞ്ഞ് ശ്രമിച്ചാൽ പോലും മോഡി സർക്കാർ എന്തായാലും ഒരു സെഞ്ചുറിയിലേക്ക് നമ്മുടെ രൂപയെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. 60 രൂപ ഡോളറിന് വിലയുള്ള സമയത്ത് നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. രൂപ വെന്റിലേറ്ററിലാണ്, ടെർമിനലി ഇല്ലാണ്. 60 രൂപയാണ് അന്ന് ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്ക്. 60 രൂപ ആകുന്ന സമയത്ത് വെന്റിലേറ്ററിനാണെങ്കിൽ ഇന്നിപ്പോൾ എവിടെയായിരിക്കും? ഇന്ന് ശ്മശാനത്തിലായിരിക്കില്ല. അങ്ങനെയാണല്ലോ രൂപ. അതല്ലേ മനസ്സിലാക്കേണ്ടത്. വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് പോയി, മോർച്ചറിയിൽ നിന്ന് രൂപ ശ്മശാനത്തിലേക്ക് പോയി. എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു കൂസലുമില്ല. അതായത് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഉളുപ്പെന്നുള്ള വാക്ക്. ഇപ്പോൾ ഏറ്റവും വലിയ മഹത്തായ ഒരു കവിത ഈ രൂപയുടെ ഇടിച്ചിലിനെ കുറിച്ച് ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. രൂപ ഡോളറിനെതിരെ അങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഫോളിങ്. ഏത്? ഇന്ത്യയുടെ ധനമന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിച്ചാൽ 2 ബില്ലുകൾ പാശ്ചാത്യരോടുള്ള ദാസ്യ സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ലുകൾ, ഒരു ബില്ല് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഗ്രാമീണ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് 80% സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ മൊത്തം എടുത്താൽ 57, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും 80% മുകളിലാണ് ഗ്രാമീണ സ്ത്രീകളാണ്. എത്രത്തോളം ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിവെച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരമൊരു പദ്ധതിയാണ്. മാത്രവുമല്ല, കോവിഡ് കാലത്ത് മനുഷ്യൻ പെടഞ്ഞു മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവൻ നിലനിർത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല, ഇതൊരു അവകാശമായിട്ടും അവരുടെ അഭിമാനമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ അവകാശത്തെ ഒരു ഔദാര്യമാക്കി കണ്ട് ഈ ഒരു പദ്ധതിയെ കൊല ചെയ്യുന്നൊരു സമീപനമാണ് ഉണ്ടാക്കിയത്. UPA 1 ഉണ്ടാക്കിയ ഒരു നിയമനിർമ്മാണം ആണ് എന്നുള്ളത് കൊണ്ട് പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകളെയും ഗ്രാമീണരെയും ഇതുപോലെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇത്തരമൊരു ശിക്ഷയ്ക്ക് ഒരിക്കലും റാമിൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. സർ, ഈ 2 ബില്ലുകളും ഈ എപ്സ്റ്റൈൻ ഫയലുമൊക്കെ ബന്ധപ്പെടുത്തി ചില സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ സംശയിക്കാമോ? അല്ല, ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എപ്സ്റ്റൈൻ ഫയലുമായിട്ട് ഈ 2 ബില്ലുകളെ ഞാൻ കൂട്ടിയിണക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 74% ഈ വിദേശ മൂലധനം കൊണ്ടുവന്നു. 74% വിദേശ മൂലധനത്തിൻ്റെ 36% മാത്രമേ യഥാർത്ഥത്തിൽ മൂലധനം വന്നുള്ളൂ. 9 വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് രൂപയുടെ വില ഇടിഞ്ഞത്? മൂല്യം ഇടിഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് പലായനം ചെയ്തു. 2, FDI നമ്മുടെ രാജ്യത്തേക്ക് വരുന്നില്ല. 3, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വ്യവസായികൾ ഇന്ത്യയിലല്ല നിക്ഷേപിക്കുന്നത്. അവരുടെ നിക്ഷേപം മുഴുവൻ വിദേശത്താണ്. ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ രൂപ മൂക്കുകുത്തി താഴേക്ക് വീണത്. പക്ഷേ അതിന് പകരം ഇതുപോലുള്ള ഈ പറയുന്ന പാസ്റ്ററിങ് വർക്ക് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അവർ ധരിക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആണവ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെ തൃപ്തിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എളുപ്പമാകുമെന്നുള്ള മിഥ്യാധാരണയിലാണ് ഈ സർക്കാർ തിരക്ക് പിടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഷുറൻസ് ആണവ ബില്ലുകൾ പാസ്സാക്കി. എല്ലാ മനുഷ്യാവകാശ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്നതാണ് ബ്രിട്ടാൻ. കേരളത്തിൽ വളരെ വിഷമമുണ്ടായ ദൃശ്യങ്ങളാണ് ഗർഭിണിയെ മുഖത്തടിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിശക്തമായ നടപടി എടുക്കണം. അതായത് ഒരു കണക്കിന് കേരളത്തിലായതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ ഇപ്പം ഈ ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി പോലീസിൻ്റെ വകയുള്ള നരനായാട്ട്, ഇതുപോലുള്ള മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ
നടപടി സർക്കാർ കൈക്കൊള്ളണം. എല്ലാ ബഹുമാനത്തോടെയും അതിനോട് വിയോജിക്കേണ്ടി വരും. കാരണം ഇവർ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് CCTV വിഷ്വൽ കളയരുതെന്ന് ഉത്തരവ് വാങ്ങുകയും പിന്നെ വിവരാവകാശം വഴി കൊടുത്തിട്ടാണ് ഇത് പുറത്തു വന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, എന്നിട്ട് നടപടി എന്തായാലും അതവിടെ പരിശോധിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം വെച്ചാൽ ഞാനിതിൻ്റെ ഈ പറയുന്ന മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഞങ്ങൾ പാർലമെൻറ്റിലായിരുന്നല്ലോ. അപ്പോൾ ഈ ഉറക്കച്ചടവോടെയല്ലേ നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സമയത്ത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ പ്രതികരിക്കാം, ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനെക്കുറിച്ച്. നടപടിയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അങ്ങ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ കോൺഗ്രസ് എംപിമാർ പറഞ്ഞൊരു കാര്യം, അങ്ങ് അടക്കമുള്ള കേരളത്തിലുള്ള CPM നേതാക്കൾ ഡൽഹിയിലെത്തി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഉന്നയിക്കുകയാണെന്നുള്ള ആരോപണമാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പറയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇടതുപക്ഷത്തെ വിട്, ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിങ്ങിൽ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് TR ബാലുവാണ് ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്? ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല, DMKയുടെ ആളാണ്. സമന്വിതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന്. പിന്നെ അങ്ങനെ ഒരു വേദിയിൽ കൂടുതലൊരു ചർച്ചയ്ക്കും സംവാദത്തിനും ഒരു സ്കോപ്പ് ഞാൻ നേരത്തെ തീരുമാനിച്ച്. ഞാൻ എൻ്റെ സുഹൃത്തിനോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ, വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു 3.5-4 പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികളിൽ തന്നെയാണ്. തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 22-ാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നത്. നോക്കുക, ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ്. ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുമോ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, ഡിവിഷൻ ആവശ്യപ്പെട്ടെന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ലേ? ഇത് മുൻകൂട്ടി അറിയിക്കാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്നത്. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എല്ലാവർക്കും അറിയാം. ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമ്മതിദായ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ. അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അവർക്കല്ലേ. അവർക്കറിയില്ലേ ഇതുപോലെ കുടിലതന്ത്രങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് അറിയില്ലേ? PN ശ്രീയിൽ താങ്കൾ പാലമായി പ്രവർത്തിച്ചു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച നടത്തിയല്ലോ. ഇപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സെക്കൻഡ്, സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള സംവാദങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൽ അതിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ അല്ലെങ്കിൽ MPമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നലെയാണോ പരാതി വന്നത്? മുൻകാലങ്ങളിലുമില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുന്നതല്ലല്ലോ, കേരളത്തെ അപകീർത്തിപ്പെടുന്ന രീതിയിലല്ലേ കോൺഗ്രസിൻ്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ അല്ലേ നിലകൊണ്ടിരുന്നത്. ഞങ്ങൾ എത്രയോ തവണ അവരോട് പറഞ്ഞു സംയുക്തമായിട്ട് നിവേദനം നൽകാം. ഒരു തവണയോ മറ്റാണ് സംയുക്തമായിട്ടൊരു നിവേദനം സാധ്യമായത്. പലതവണയും അവർ മാറി നിന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുന്നതാണെന്നും അതിനെതിരെ സംയുക്തമായി നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളിലൊന്നും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് അവർ സഹകരിച്ചത്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെതിരെ നിലകൊണ്ടതെന്താണ്? ഞങ്ങൾ പറഞ്ഞിട്ടാണോ? അതായത് എക്സ്ട്രീം പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട 5 ലക്ഷം പേർക്ക്
ഭക്ഷണം ഇല്ലാതാക്കണം, റേഷൻ ഇല്ലാതാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടാണ്. അവർ സ്വന്തം നിലയ്ക്ക് പറഞ്ഞാലേ. ലോക്സഭയിൽ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ളൊരു അഭിപ്രായം അങ്ങനെയുണ്ട്. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല, പക്ഷേങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്, മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ്. ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ് ഏത് വണ്ടിയാണ് BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോകുമോ? അവിടുന്ന് പൂട്ടിപ്പോകുമോ? ഇന്ത്യയിലുള്ള കമ്പനിയൊന്നും അല്ലല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനിയുടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊന്നും ഞാൻ പറയണതല്ല, ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട MP-മാർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. കേരളത്തിലെ പല MP-മാർ പോലും കോൺഗ്രസ് MP-മാർ പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ ഉണ്ടാകണം എന്നായിരുന്നു. നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പും കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി. അവർ പറയും, ഉള്ള കാര്യം പറയും. പക്ഷേ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത്. നിങ്ങൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് തുറന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 1/2 ഡസൻ MP-മാർ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. അതായത് മൂപ്പർ ഉണ്ടായിരിക്കണമെന്ന്, മൂപ്പർ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉണ്ടായിരിക്കണമെന്ന് വേണ്ടേ? പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക്. അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3 ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെയല്ല ചുട്ടെടുത്തത്. ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവെർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമെന്താണെന്നറിയോ? ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ട് വാർത്ത ക്ഷണിച്ച് വരുത്തുന്നത്, അല്ലേ? പദവിയല്ലേ? ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത്. അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യ സെൻ ഉൾപ്പെടെയുള്ള. അതിർ രഞ്ജൻ ചൗധരിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോക്കില്ല. എൻ്റെ ഒരു ഒറ്റ അഭിപ്രായമുള്ളൂ, നിങ്ങൾ കോൺഗ്രസിൻ്റെ സമന്വിതരായ നേതാക്കന്മാരോടും MP-മാരോടും ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊരു അഭിപ്രായം സ്വരൂപിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഈ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമല്ലേ? എന്താ കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല. ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ DMK-യുടെ നേതാവാണ് ചോദിച്ചത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ളത്. പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പറയരുത്. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര കാലമായി അതിലൂടെ വന്നിട്ട് എത്ര കാലമായി? ഒരു സെക്കൻഡ്, ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 2 കൊല്ലം കൊണ്ട് തനിക്കറിയില്ലോ ഇവിടുത്തെ വിന്റർ സെഷൻ എപ്പോഴാണ്? അതെന്താണോ രാഹുൽ ഗാന്ധിക്ക് അറിയാതെ പോയത്? ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് 15-ാം തീയതി തീരുമെന്ന് കരുതിയെന്ന. 15-ാം തീയതിയാ? മൂപ്പർ കണക്കെറ്റിപ്പോയതാ. അതായത് മൂപ്പറോട് പറഞ്ഞ് 15 സിറ്റിംഗ്സ് ഉള്ള സെഷനാണെന്നുള്ള 15 ഡേയ്സ് സിറ്റിംഗ്സ് എന്നാണ്. അവൻ മൂപ്പർക്ക് തെറ്റിപ്പോയതാ. അല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കില്ലേ? നിങ്ങളൊക്കെ ഭയങ്കര അല്ല, അത് ഞാനിപ്പോൾ സുരേഷ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി നിന്ന് സുരേഷ് കൊടുക്കുന്നതിലേക്ക് പോരുന്നത് അത് രാഹുൽ ഗാന്ധിയോട് ചെയ്യുന്ന വലിയൊരു മാറ്റമായിരിക്കും. ഇൻവെർട്ടർ കോമ അത് കോൺഗ്രസ് തന്നെ പറയുന്നതല്ലേ? അതൊക്കെ നമ്മൾക്ക് നിങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. എന്താ കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യങ്ങളോടെ പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഞാൻ ഇൻവെർട്ടർ കോമ ഇട്ടത് വളരെ ബോധപൂർവ്വമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ കാരണം സംസാരിക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ആൾക്കാർ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻവെർട്ടർ കോമ എന്ന് പറഞ്ഞത്.